കല്യാണത്തലേന്ന് നമ്മുടെ വീട്ടിലോട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽ കുറച്ച് ആൾക്കാരെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ ഞാൻ ഒന്നാമത്തെ ടൈപ്പിലാണ്. നിങ്ങൾ ഏതാന്ന് കമൻറ്റ് ചെയ്തോ. ഇവരാണ് ഫസ്റ്റ് തരക്കാർ. ഇവർ റൂമിൽ നിന്ന് പുറത്തിറങ്ങില്ല, ഫുൾ വർത്താനം മാത്രം. അതോ സബ്ജക്റ്റ് ആകെ ഒന്നേ ഉണ്ടാവുള്ളൂ, നാളത്തെ ഡ്രസ്സ് മാത്രം. രാവിലത്തേക്ക് ഈ കളർ ഇടാം അല്ലേ? നല്ല ഭംഗിയുണ്ട്. അപ്പോൾ രാവിലത്തേക്ക് ഈ കളർ ഇടാം, വൈകുന്നേരം ചുരിദാറാ, അപ്പോൾ പിന്നെ റെഡ് ഇടാം. ആന്നേ എടി, നാളെ ആരാണ് മുല്ലപ്പൂൻ്റെ എഴുതിയേക്കണേ? സുധീഷേട്ടനെ ഓർമ്മിപ്പിക്കണം കേട്ടോ. രാവിലെ മുല്ലപ്പൂ ഒന്നുമില്ലെങ്കിൽ ശരിയാവില്ല. ഞാനാണ് ധാവണിയാണ് കൊടുക്കണതേ. എനിക്ക് അതാണ്, മുല്ലപ്പൂ കൂടി ഇല്ലെങ്കിൽ എൻ്റെ പൊന്നോ പറ്റത്തില്ല. ആന്നേ ഇവരാണ് രണ്ടാം തരക്കാർ. ഇവരാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് ഏതെങ്കിലും റൂമിലിരിക്കും. കുഞ്ഞിനെ ഉറക്കലും പാല് കൊടുക്കലായിരിക്കും മെയിൻ പരിപാടി. ഇല്ല, അവളെ വീട് മാറിയതിൻ്റെ ഒരു ഇതായിട്ട് ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലോട്ട് ഒരു 90 കഴിഞ്ഞപ്പോഴാണ് പോയത്. എന്നിട്ടും അവിടെ ചെന്നപ്പോഴും ഇത് തന്നെയായിരുന്നു. ഞാൻ ഇത്തിരി പാല് കൊടുക്കട്ടെ, ഒന്ന് വാതിൽ ചാരാവോ? ഇവരാണ് മൂന്നാമത്തെ തരം. പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ വരാറ്. പിന്നെ ഇട്ടുവന്ന ഡ്രസ്സും ആഭരണങ്ങളെല്ലാം എല്ലാവരും കണ്ടെന്നറിഞ്ഞ പിന്നെ അവരവിടെ നിൽക്കില്ല, വേഗം പോയിക്കോളും. പിന്നെ ഒരു കാര്യം, ഒന്നും അവര് അവിടെ നിന്ന് കഴിക്കില്ല കേട്ടോ. ഹസ്ബൻഡ് കാറ് പാർക്ക് ചെയ്യാൻ പോയേക്കാ. പുതിയ കാറാണേ. പിന്നെ ഇവിടെ വല്ലയിടത്തും ഇട്ട് കഴിഞ്ഞാൽ വല്ലവരിട്ട് ഒരക്ക വല്ലതും ചെയ്താ, അതുകൊണ്ട്. ഇത് പുതിയ വളയാണ്. ഇത് കഴിഞ്ഞ മാസം എടുത്തതാണ്. അത് പൈസ പെട്ടെന്ന് കുറച്ച് കിട്ടി, അപ്പൊ പിന്നെ അത് കുറച്ച് ഒരു വളയും കൂടെ എടുത്തു, അത്രേ ഉള്ളൂ. അയ്യോ വേണ്ട, എനിക്ക് വെള്ളമൊന്നും വേണ്ട. ഞാൻ വെള്ളമൊന്നും കുടിക്കാറില്ല വേറെ സ്ഥലത്തുനിന്ന്, അതാണേ. ഇല്ല, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിൽക്കണില്ല, ഞങ്ങൾക്ക് വേറൊരു പാർട്ടിയും കൂടി ഉണ്ട്, അങ്ങോട്ടും കൂടി ഒന്ന് പോകണം. ഏട്ടനാന്നല്ലോ. ശരിയെന്നാ, ഞങ്ങൾ ഇറങ്ങട്ടെ എന്നാലേ. ഓക്കെ. കല്യാണത്തിന് വരാം. ശരിയേ. ഇവരാണ് നാലാമത്തെ ടൈപ്പ് ആൾക്കാർ. സെൽഫി എടുക്കണം എന്നൊരൊറ്റ ഉദ്ദേശത്തിൽ മാത്രമാണ് ഇവർ കല്യാണ വീട്ടിൽ വരുന്നത്. നാളെ നമുക്ക് പോസ്റ്റർ ഉണ്ടല്ലേ, ഹാപ്പി മാരീഡ് ലൈഫ്. എന്തായാലും ഞാൻ ഫോട്ടോ എടുത്തിട്ട് അവൾ അവിടെ ഇരിക്കുന്ന റൂമിലുണ്ട്. പോരാട്ടാ. ഇവരാണ് അഞ്ചാമത്തെ ടൈപ്പ്. എവിടെ ചെന്നാലും ഇവർക്ക് പണി ഉറപ്പാണ്. പണിയെടുത്തെടുത്ത് മടുക്കും. വന്ന പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാൻ നോക്ക്. അവരെ പുറത്തോട്ടിരിക്കും മക്കളെ, പുറത്തോട്ടിരിക്കും. ചേച്ചി അപ്പൊ അവരെ കൊണ്ടിരുത്ത്. ഇപ്പൊ വന്നോർക്ക് ബിസ്ക്കറ്റ് അങ്ങ് കൊടുക്കും. അവന്റെ കൂട്ടുകാരൻ കണ്ട ബിസ്ക്കറ്റും ചായയും വെക്കും. ഞാൻ സാധനങ്ങൾ എടുത്തിട്ട് വരാം. വെള്ളം കൂട്ടാനും വന്നിട്ട് ചെല്ലി വെള്ളം കൂട്ടി കൊടുക്ക്. ആ പിള്ളേര് പുറത്തു വന്നിരിക്കണേ വെള്ളം കൂട്ടി കൊടുക്കും. ഈ കഥ എടുത്താൽ മതിയാ. ഇവരാണ് ആറാം തരക്കാർ. കല്യാണ വീട്ടിലെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് പറയാൻ ഇവർ മിടുക്കരാണ്. എന്റെ ചേട്ടന്റെ ഒപ്പം പഠിച്ചാണ് ഇപ്പൊ നാളെ കെട്ടാൻ പോണ ചെക്കൻ. 38 വയസ്സ് എന്തായാലും ഉണ്ട്. പിന്നെ അല്ലാണ്ട് ചേട്ടന്റെ ഒപ്പം പഠിച്ചെന്ന് പറയുമ്പോ എന്റെ ഭർത്താവിന്റെ ചേട്ടന്റെ ഒപ്പം പഠിച്ചെന്ന് പറയുമ്പോ എന്തായാലും 38 വയസ്സുണ്ട്. എനിക്കും തോന്നി കുറേ നാളായാലും ഈ പെണ്ണിന് കല്യാണം ആലോചിക്കണത്. അപ്പൊ ഒന്നും നടക്കാണ്ടായപ്പോ പിന്നെ എങ്ങനെയെങ്കിലും ചേച്ചി കുറച്ച് നേരെ വന്നിട്ട്. മോളെന്തീ കണ്ടില്ലല്ലോ. ഒരുങ്ങണോ? ശരി.
പുറത്ത് വെച്ച് കണ്ടാലേ ഒരു ഭാഗം മിണ്ടാത്തവളാണ്. ഇപ്പൊ കല്യാണം വീട്ടിൽ വന്നപ്പോ ഭയങ്കര സ്നേഹം. ഞാൻ കഴിഞ്ഞതിന് മുന്നത്തെ ആഴ്ച കടയിൽ വെച്ച് കണ്ടപ്പോ ഒന്നും മൈൻഡും കൂടി ചെയ്തില്ല. ഞാൻ അങ്ങോട്ട് ചെന്ന് മിണ്ടിയിട്ട് ഒരു മിണ്ടിയില്ലേ. ഇപ്പൊ കല്യാണം വീടാകുമ്പോ പിന്നെ മിണ്ടാണ്ട് പറ്റൂല. പെണ്ണിന്റെ തന്തേ നാളെങ്കിലും ഒന്ന് കള്ളു പിടിക്കാതിരുന്നാ മതിയായിരുന്നു. ഫുൾ ടൈം തണ്ണിയിലാണ്. കഴിഞ്ഞ ആഴ്ച എൻ്റെ രമേശേട്ടൻ പറയാനുണ്ടായിരുന്നു തൊടിയിൽ വെച്ച് കിടക്കണുണ്ടെന്ന്, പോസ്റ്റിന്റെ അടിയിൽ കിടക്കണുണ്ടായിരുന്നു. അവിടെ വെച്ചേക്കാം. കല്യാണ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വരുന്നവരാണിവർ. മൊത്തം ഫാമിലിയും ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇവരാണ് 7ാം തരക്കാർ. ഞാനൊന്നും കഴിക്കാറില്ല. എനിക്ക് ഷുഗറൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോ ഇത്തിരി ഷുഗർ ഉണ്ടായിരുന്നു. മോനെ സുകേഷ് ഇങ്ങോട്ട് വാ. അവനൊന്നും കഴിച്ചില്ലായിരുന്നേ സ്കൂൾ വിട്ട് വന്നിട്ട്. ഒന്നും കഴിച്ചില്ല. വാ ഇത് കഴിക്കുന്ന ഇത് കഴിച്ചോ. എനിക്കേ കല്യാണ വീട്ടിലൊന്നും പോയാ ഒന്നും തിന്നാൻ പറ്റൂലെന്ന്. കഴിക്കടാ, എടുത്ത് കഴിക്ക്. ഇവനാണെങ്കിലേ സ്കൂളിൽ നിന്ന് ഉച്ചക്ക് ചോറുണ്ടാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടാവൂല. ആയിത്ത പന്തി തന്നെ ഇരുന്നോട്ടാ. നോക്കി നിക്കണ്ടേ, ഞങ്ങക്ക് വേഗം വീട്ടിൽ പോണ്ടാണേ. വിശപ്പൊന്നും ആയിട്ടില്ല. എന്നാലും ആയിത്ത പന്തിയിൽ അങ്ങോട്ട് ഇരുന്നിട്ടാണ് പോവാല്ല. നാളെ രാവിലെ തന്നെ വരുന്നല്ലേ കല്യാണത്തിന്. രാവിലെ എന്തെന്നാണ് ഇഡ്ഡലിയാ? അപ്പൊ പിന്നെ രാവിലെ ഇവിടെ വന്നിട്ട് കഴിക്കാം. ഞാനാണെങ്കിൽ ഒന്നും ഇട്ടിട്ടില്ല, അരി ഒന്നും ഇട്ടിട്ടില്ല വെള്ളത്തില്. അപ്പൊ ഇനി ഇവിടെ എന്തായാലും ഉണ്ടാവൂല രാവിലെ. എടാ രാവിലെ തന്നെ എനിക്ക് കുളിച്ച് റെഡി ആയി ഇങ്ങോട്ട് പോന്നേ കേട്ടോ, ഇവിടെ നിന്ന് കഴിക്കാട്ടാ. 8ാമത്തെ ടൈപ്പ് നമ്മുടെ മുത്തശ്ശിമാരാണേ. എപ്പോഴും വയ്യാന്ന് പറയും. എന്നാ എല്ലാ സ്ഥലത്തും ഫസ്റ്റ് എത്തുകയും ചെയ്യും. പണ്ടത്തെ പോലെ അല്ല, ഒട്ടും വയ്യ. കയ്യിനും കാലിനും മുട്ടിനൊക്കെ ഭയങ്കര വേദനയാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഗോപാലൻ വന്ന് മോളുടെ കല്യാണം പറയുമ്പോൾ എങ്ങനെയാണ് വരാതിരിക്കണത്? അത്രയും സ്നേഹമായിട്ട് കഴിഞ്ഞിരുന്നല്ലേ. മക്കൾ തമ്മിൽ ചൊരച്ചേർച്ചയെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് വരാതിരിക്കാൻ പറ്റുമോ? നമ്മൾ മോനെ പോലെ കണ്ട ഒരാളുടെ മോളുടെ കല്യാണത്തിനെ ഞാൻ എവിടെയും പോവാറില്ല, വീട്ടിൽ തന്നെ. വല്ലപ്പോഴും പുറത്തോട്ട് ഇറങ്ങിയാലായി. നല്ല കുഴമ്പ് മേടിക്കാനാ, ഡോക്ടറിൻ്റെ അടുത്താ. വേറെ എവിടെയും പോവാറില്ല. പണ്ടത്തെ പോലെ അല്ല. നമുക്ക് ആരോഗ്യമൊക്കെ ഭയങ്കര മോശമാണ്. ആ വിളക്ക് എന്താണ് കിഴക്കോട്ട് കത്തിച്ച് വെച്ചേക്കണത്? അവിടേക്ക് ഒരു 2 തിരിയല്ലല്ലോ ഇടേണ്ടത്. കല്യാണ വീട്ടിൽ 7 തിരി ഇടണ്ടേ? എന്താണ് 2 തിരി ഇട്ടേക്കണേന്നാവോ? ഞാനാണെങ്കിൽ കയറി വന്നപ്പോൾ പുറത്ത് വെച്ചേക്കണ വിളക്കില്ലേ, നടുവാതിൽ വെച്ചേക്കണ ആ എന്തെന്നാണ് കുട കൊടുക്കലിൻ്റെ വിളക്ക്, അത് കെട്ടിയിരിക്കണം. അങ്ങനെ കെട്ടൊന്നിരിക്കാൻ പാടില്ലെന്നേ. പണ്ടത്തെ ആൾക്കാരൊക്കെ പലതും പറയും. ഇപ്പം പിന്നെ ഫാഷനല്ലേ, അതൊന്നും ആര് കേൾക്കാൻ. ഇപ്പോഴൊക്കെ ആർക്കാണ് കേൾക്കാൻ നേരം? പണ്ടത്തെ ആചാരങ്ങളോടൊക്കെ തന്നെ പുച്ഛമാണ് ഇപ്പോൾ ഉള്ളവർക്ക്. ഭക്ഷണമായെങ്കിൽ എനിക്കിപ്പോൾ വേണ്ട മോളെ. എനിക്കിപ്പോൾ ഒട്ടും വിശപ്പായിട്ടില്ല. ഞാൻ വൈകുന്നേരം ചായ കുടിച്ചിട്ട് ഇറങ്ങിയോണ്ടേ ഒട്ടും വിശപ്പായിട്ട് എനിക്കിപ്പോൾ വേണ്ട.